നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ആക്രോശങ്ങളും പൊട്ടിത്തെറികളും ഒന്നും നാം കേൾക്കാത്തതല്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കടക്ക് പുറത്തെന്നും അമ്മാതിരി ചോദ്യങ്ങളൊന്നും വേണ്ടെന്നുമൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗ് അടിക്കുന്ന മുഖ്യന്റെ ആറ്റിറ്റ്യൂഡിൽ അന്താളിച്ചു നിന്നവരാണ് ബഹുഭൂരിപക്ഷവും. കഴിഞ്ഞ ദിവസം മുഖ്യൻ അത്തരത്തിലൊരു ഡയലോഗ് അടിച്ചിരുന്നു. കരുവന്നൂരിലെ CPM-നെതിരായ ED നീക്കത്തിനെതിരെ പ്രതികരിക്കാതെ മാധ്യമപ്രവർത്തകർക്ക് നേരെ മുഖം തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുവന്നൂരിലെ CPM-നെതിരായ ED നീക്കത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ചപ്പോൾ സമയം അവസാനിച്ചുവെന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് പോകാൻ എഴുന്നേറ്റു മുഖ്യൻ. വേഗം സ്ഥലം വിടാനായിരുന്നു അദ്ദേഹത്തിന് തിടുക്കം. കരുവന്നൂരിലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോട് ഒന്നിനും മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തില്ല. ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു: 10 മണിവരെ മാത്രം വാർത്താ സമ്മേളനമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സമയമില്ലാത്ത സമയത്ത് കരുവന്നൂർ കേസെടുത്ത് ചോദിക്കുന്നത് എന്തിനാണ്? മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ പോയി എന്ന് പറയിപ്പിക്കാനാണോ? ഇതിനുള്ള മറുപടി താൻ തരില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. 10 മണിക്ക് തന്നെ വാർത്താ സമ്മേളനം താൻ അവസാനിപ്പിക്കും. ബാക്കി കാര്യങ്ങൾ പിന്നീട്, പിണറായി വിജയൻ പറഞ്ഞു. എന്താ പവറ്, എന്താ ധാർഷ്ട്യം? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാതെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നതിൽ എന്താണ് കാര്യമുള്ളത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചോദ്യങ്ങളല്ലാതാകുമോ? കരുവന്നൂരിലെ CPM-ന്റെ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ED കൈമാറിയെന്ന വിവരം പുറത്തു വന്നിരുന്നു. ധനകാര്യ മന്ത്രാലയത്തിനും RBIക്കും ഈ വിവരങ്ങൾ ED കൈമാറിയിട്ടുണ്ട്. സഹകരണ ബാങ്ക് നിയമങ്ങൾ ലംഘിച്ചാണ് അക്കൗണ്ട് തുറന്നതെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഈ അക്കൗണ്ടുകൾ വഴി നോമി വായ്പകൾക്ക് പണം വിതരണം ചെയ്തെന്നും EDയുടെ റിപ്പോർട്ടിലുള്ളതായി പറയപ്പെടുന്നു. പാർട്ടി ഓഫീസിനും ഭൂമി വാങ്ങാനും പാർട്ടി ഫണ്ട്, ലെവി എന്നിവ ശേഖരിക്കാനുമാണ് CPM-ന്റെ പേരിൽ 5 ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതെന്ന് ED റിപ്പോർട്ടിലുണ്ട്. കരുവന്നൂർ മാത്രമല്ല, കേരളത്തിലെ ഒട്ടേറെ സഹകരണ സൊസൈറ്റികളിലും സമാനമായ ക്രമക്കേടുകളുണ്ട്. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏകദേശം 87 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. 4 പേർ അറസ്റ്റിലായെന്നും ED വ്യക്തമാക്കി. EDയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ED പിടിച്ചെടുത്ത യഥാർത്ഥ രേഖകൾ നൽകാൻ വിസമ്മതിക്കുന്നതിനെതിരെ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി ഹൈക്കോടതി 3-ന് പരിഗണിക്കാൻ മാറ്റിയിരുന്നു.